സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം AK ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസമുള്ള കുറേ കാര്യങ്ങളാണ്. ലെൻസുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ലെൻസ് എന്താണ്, ലെൻസുകൾ എത്ര തരമുണ്ട്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ. USSലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ടും എക്സാമിന് ചോദ്യങ്ങൾ എവിടെ നിന്നുണ്ടാവും? ഇവിടെ നിന്നുണ്ടാവും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പഠിച്ചാലോ? സിമ്പിളായ കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് ഓർത്തെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് പഠിക്കാം. റെഡിയല്ലേ? എന്താ ലെൻസ് നമുക്ക് പഠിക്കുന്നതിന് മുമ്പേ എത്ര ലെൻസിന് പഠിക്കണ്ടേ? നമുക്ക് 2 തരം ലെൻസുകളുണ്ട്. ഏതൊക്കെയാണ്? കോൺകേവും കോൺവെക്സും. അതെങ്ങനെയാണ് കാണിക്കുക? ദാ ഇവനാണ് കോൺവെക്സ്, ഇവനാണ് കോൺകേവ്. പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയാൽ മനസ്സിലായിരിക്കും, ഇവൻ്റെ മിഡിൽ പോർഷൻ നല്ല തിക്കാണ് അല്ലേ, പക്ഷേ 2 എഡ്ജസും എന്താണ്? തിന്നാണ്. മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലേ? വശങ്ങൾ മെലിഞ്ഞിട്ടും നടുഭാഗം തടിച്ചിട്ടുമാണ്. ഇവിടെ എങ്ങനെയാണ്? പട്ടിണി കിടക്കുന്ന ലെൻസ് പോലെ നമ്മൾ കോൺകേവ് ലെൻസ് വയറൊക്കെ ഒട്ടിക്കിടക്കുക. അതേ സമയത്ത് അതിൻ്റെ എഡ്ജസ് എന്താണ്? നല്ല വീതി കൂടിയിട്ടാണ്. ഇതിൻ്റെ ചോദ്യം ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ ചോദ്യം ചോദിക്കുകയാണേ, റെഡിയാണല്ലോ? ഇവിടെ കൺവേർജിങ് ലെൻസ് അല്ലെങ്കിൽ സംവ്രജന ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഏത് എന്ന് ചോദിക്കാറുണ്ട്. നോക്കടാ, സംവ്രജനം എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളെ കൂടിച്ചേർക്കുന്നതാണ് കൺവേർജിങ്. ഡൈവേർജ് എന്ന് പറഞ്ഞാൽ ഡൈവേർജ് ചെയ്ത് അകറ്റിവിടുക എന്നാണ് വിവ്രജനം എന്ന് പറയും. സോ സംവ്രജന ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആണ്, വിവ്രജനം എന്ന് പറയാൻ എന്താണ്? കോൺകേവ് ആണ്. മനസ്സിലാക്കി വെക്കണം. അത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ നോക്കിയാൽ മനസ്സിലായിരിക്കും, ഇതിലേക്ക് ഈ ലെൻസിലേക്ക് പ്രകാശരശ്മികൾ വരുമ്പോൾ എന്ത് സംഭവിച്ചു? അവരെ ഈ ലെൻസ് ഒരു ബിന്ദുവിൽ കൂട്ടിച്ചേർത്തു. ഈ ബിന്ദുവിനെ വിളിക്കുന്ന പേര് പഠിച്ചു വെക്കണം. അത് ഫോക്കസ് എന്ന പേര്, ഫോക്കസ്. ഈ ഫോക്കസ് ഒരു യഥാർത്ഥ ഫോക്കസ് ആണെന്നും പഠിച്ചു വെക്കണം. എന്ത് ഫോക്കസ് ആണ്? യഥാർത്ഥ ഫോക്കസ് ആണ് കേട്ടോ. അതായത് റിയൽ ഫോക്കസ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം, ഇത് ശരിക്കുമുള്ള ഒറിജിനലായിട്ട് ലൈറ്റ് റേസ് പോയിട്ട് കൂടിച്ചേരുന്ന പോയിന്റ് ആയതുകൊണ്ടാണ് അതിനെ റിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് റിയൽ ആയതെന്ന്. കാണിച്ചു തരാം. ഇനി കോൺകേവ് ഞാൻ പറയാൻ പോവാണ്. കോൺകേവ് ആണ് ഇത്. കോൺകേവിലേക്ക് പ്രകാശരശ്മികൾ വന്നു കഴിഞ്ഞാൽ ഇവരെ കണ്ടോ അകറ്റിവിടുന്നത് അല്ലേ? അങ്ങനെ അകന്നു പോകുന്ന പ്രകാശരശ്മി എല്ലാം തന്നെ ഒരു ബിന്ദുവിൽ നിന്നും വരിക നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കണ്ടോ കണ്ടോ, ഇങ്ങനെ പറയാൻ സാധിക്കും. സോ ഈ ബിന്ദുവാണ് എന്ത്? നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ്. ഇത് ശരിക്കുമുള്ളതാണോ? അല്ല. ശരിക്കും നമ്മുടെ പ്രകാശരശ്മികൾ അകന്നു പോവുക ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തോന്നും ഈ അകന്നു പോകുന്ന എല്ലാ ആൾക്കാരും ഒരു പോയിന്റ് നിന്നാണല്ലോ വരുന്നതെന്ന്. അത്രയേ ഉള്ളൂ. സോ ഇതെന്താണ്? ഇതൊരു മിഥ്യാ ഫോക്കസ് ആണ്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. മിഥ്യാ ഫോക്കസ് ഉള്ള ലെൻസ് ആണ്. വിച്ച് ലെൻസ് ഹാവ് വിർച്വൽ ഫോക്കസ്? ഏതാണ്? കോൺകേവ് ലെൻസ്. നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇവനെ പറയാൻ സാധിക്കും വിവ്രജനം. നേരെ വരുന്ന കുറേ ലൈറ്റേഴ്സിനെ അകറ്റിവിട്ട ആളാണ് ആര്? നമ്മുടെ കോൺകേവ് ലെൻസ്. ഇതിനൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് അങ്ങനെ തന്നെ വെക്കാനുള്ള കാരണം ഇതൊക്കെ എക്സാമിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇവിടെ വ്യക്തമാണ്. ഇൻ ദ എബോവ് ഫിഗർ വിച്ച് ലെൻസ് ഈസ് സ്യൂട്ടബിൾ അറ്റ് ദ ഡോട്ടഡ് പോർഷൻ. അതായത് ഇതാണ് നമ്മുടെ ഡോട്ടഡ് പോർഷന്. ഇവിടെ ഏത് ലെൻസാണ് ക്വസ്റ്റ്യൻ? ഇപ്പോൾ നമ്മൾ കണ്ട ഫിഗർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രകാശരശ്മികളെ അകറ്റിവിടുന്ന ലെൻസായ കോൺകേവ് ലെൻസ് അഥവാ വിവ്രജന ലെൻസ് ആണ് ഇവിടെ വരേണ്ടത്. ഉത്തരം മനസ്സിലായല്ലോ? കൂടുതൽ പറയണ്ടല്ലോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് ഏത്? ലോങ് സൈറ്റഡ്നസ് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ എന്നൊക്കെ പറയും. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ദീർഘദൃഷ്ടി എന്നുള്ളതാണ്. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട രസമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. നമുക്ക് പ്രധാനമായിട്ടും 2 അസുഖമാണുള്ളത്. അവയുടെ പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ, കൂടാതെ മലയാളത്തിൽ ഇതിനെ നമ്മൾ ഹ്രസ്വദൃഷ്ടി എന്ന് പറയാം. ഹ്രസ്വദൃഷ്ടി. ഇതൊരു ഹിൻ്റാട്ടോ ഞാൻ പറയാൻ പോകുന്നത്, ഒരു ട്രിക്കാട്ടോ പറയാൻ പോകുന്നത്. മലയാളത്തിൽ ഇതിനെ ഹ്രസ്വദൃഷ്ടി എന്ന് പറയും. ഓക്കെ. ഇനി രണ്ടാമത്തെ അസുഖമാണ് മയോപ്പിയ അല്ലെങ്കിൽ സോറി, ഞാൻ എഴുതിയ മാറിപ്പോയി. ഐ എം സോ സോറി. കുഴപ്പമില്ലല്ലോ, എഴുതിയപ്പെട്ട് പെട്ടെന്ന് മാറിപ്പോയതാണ്. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ
ദീർഘദൃഷ്ടിയാണ്, ദീർഘദൃഷ്ടി. മയോപ്പിയ എന്ന് പറഞ്ഞാലാണ് എന്ത്? ഹ്രസ്വദൃഷ്ടി. സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി എനിക്ക് രണ്ട് കൂട്ടരോടും ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിൽ നീളം കൂടിയ ലെൻസ് ആരാന്ന് എൻ്റെ ചോദ്യം. അപ്പോൾ ഒരു കാര്യം പഠിച്ചേക്കണം, ഹൈപ്പർമെട്രോപ്പി എന്ന് പറഞ്ഞാൽ നീളം കൂടിയ അസുഖമാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഹൈപ്പർമെട്രോപ്പിക്ക് നീളം കൂടുതലാണ് മയോപ്പിയനെക്കാട്ടും, ദീർഘദൃഷ്ടിക്ക് ഹ്രസ്വദൃഷ്ടിയെക്കാട്ടും നീളം കൂടുതലാണ്. അപ്പോൾ നമുക്ക് വെറുതെ പറയാൻ പറ്റും ഇവൻ നല്ല ലോങ് ആയ ലെൻസാണ് അല്ലേ, ലെൻസ് അല്ല ലോങ് ആയ അസുഖമാണ് അല്ലേ. ഇവനോ നല്ല ഷോർട്ടായ അസുഖമാണ്. ചുമ്മാ ഞാൻ പറഞ്ഞു ട്രിക്കാണെന്ന്. സോ ഇവനെ നമുക്ക് ലോങ് സൈറ്റ് എന്നും ഇവന് നമുക്ക് ഷോർട്ട് സൈറ്റ് എന്നും വിളിക്കാൻ പറ്റും. ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അതായത് മറ്റൊരു പേരാണ് ഫാർ സൈറ്റ്. ഓക്കെ, ഇവർ നമ്മൾ നിയർ സൈറ്റ് എന്നും വിളിക്കും. അങ്ങനെ കുറേ പേരുകളുണ്ട്. നിയർ സൈറ്റഡ്സ് വിളിക്കാറുണ്ട്, ഫാർ സൈറ്റഡ്സ് ഒക്കെ വിളിക്കാറുണ്ട്. ഇവിടെ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഹൈപ്പർമെട്രോപ്പിയയും മയോപ്പിയയും ആണ് നമ്മുടെ അസുഖങ്ങൾ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ലോങ്ങിലുള്ളത് കാണാം. നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്ത് അങ്ങനെ പോവാം. എന്താ ഷോർട്ട് സൈറ്റ്, എന്താ മയോപ്പിയ? ഷോർട്ടായത് കാണാൻ പറ്റും. കാര്യം കിട്ടിയോ? ഒരാൾക്ക് ലോങ് സൈറ്റ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ലോങ്ങിലുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ള കാണാൻ പറ്റൂല. ഒരാൾക്ക് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി മയോപ്പി ആണെങ്കിലോ അയാൾക്ക് ഷോർട്ടിലുള്ള അടുത്തുള്ളത് കാണാൻ പറ്റും, അകലുള്ളത് കാണാൻ പറ്റില്ല. ട്രിക്ക് മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ബുക്ക് തന്നെ ഇപ്പം തന്നെ എവിടെയെങ്കിലും മലയാളത്തിൽ കോൺകേവ് എന്നും കോൺവെക്സ് എന്നും ഒന്ന് എഴുതാലോ. കോൺകേവ് എന്നും കോൺവെക്സ് എന്നും ഒന്ന് എഴുതാവോ? യോ ഒന്ന് എഴുതോ? എന്നിട്ട് നിങ്ങൾ പറ, ഇതിൽ നീളം കൂടുതൽ ആർക്കാ? കോൺകേവിനാണോ കോൺവെക്സിനാണോ നീളം കൂടുതൽ കിട്ടിയത്? ഞാൻ പറഞ്ഞ ട്രിക്കാണ് പഠിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ നീളം കൂടുതലായി കിട്ടിയ രോഗം ഏതാണ്? രോഗം ഹൈപ്പർമെട്രോപ്പിയാണ്. അതേപോലെ തന്നെ നീളം കൂടുതലുള്ള ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. ഏത് ലെൻസാണ്? കോൺവെക്സ്. നിങ്ങൾ ഇത്രമാത്രം പഠിച്ചാൽ മതി. അസുഖം എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും നിങ്ങൾ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഇവിടുത്തെ ഉത്തരം എന്താണ്? ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. എന്താണ് ട്രിക്ക്? വലിയ അസുഖത്തിന് വലിയ പേരുള്ള ലെൻസ്, ചെറിയ അസുഖത്തിന് ചെറിയ പേരുള്ള ലെൻസ്. കിട്ടിയോ? സോ ഇവിടെ മലയാളത്തിൽ തന്നെ എഴുതണം കേട്ടോ. ലെൻസിന്റെ പേര് ഇംഗ്ലീഷ് എഴുതിയാൽ മാറിപ്പോവേ. ഞാൻ പറഞ്ഞു ട്രിക്കാണെന്ന്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ലെൻസിന്റെയും ഉപയോഗങ്ങളാണ് കേട്ടോ. സോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ്. പിക്ചേഴ്സ് മാത്രം കാണിച്ചു തരാം, നിങ്ങൾ എഴുതി പോയാൽ മതി. ഇതാരാണ്? ഇവരെ വിളിക്കുന്ന പേരാണ് ഹാൻഡ് ലെൻസ് അല്ലെങ്കിൽ മാഗ്നിഫൈങ് ലെൻസ്. നമ്മുടെ കൈനോട്ടക്കാർക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഈ ലെൻസാണ്. അതേപോലെ ഇതേ ലെൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യരശ്മികളെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചിട്ട് അവിടെ കത്തിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, സോ ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗം. ഇനിയുണ്ട് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ആരാണ്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഐ പീസിൽ നമ്മൾ നോക്കുമ്പം ഇവിടെ ഐ പീസ് എന്നാണ് പറയുക, അവിടെയാണ് ഈ ലെൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ, മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കൂടാതെ ക്യാമറ ലെൻസ് ഉപയോഗിക്കുന്ന ആരാണ്? കോൺവെക്സ് ലെൻസിനെയാണ്. ഇനി ശ്രദ്ധിക്കുക, പ്രൊജക്ടേഴ്സ് ഇല്ലേ, അവിടെയും ആരെ ഉപയോഗിക്കുന്നുണ്ട്? കോൺവെക്സ് ലെൻസിന് ഉപയോഗിക്കുന്നുണ്ട്. സെറ്റാണല്ലോ? ഓർഡറിൽ മനസ്സിലാക്കി വെക്കണം, ഓർഡറിലല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരാളെ കാണിച്ചു. ഇതാരാന്നറിയാവോ? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവൻ നിങ്ങൾ കാണുക മിക്കവാറും ചില സിനിമകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് പീപ്പ് ഹോൾസ്. നിങ്ങൾ വാതിലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് തന്നെയൊക്കെ ചോദിക്കുക നിങ്ങളോട് കേട്ടോ. അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ പീപ്പ് ഹോളായിട്ട് ഉപയോഗിക്കുന്നത് ഇതെന്താ സംഭവം എന്നറിയോ? ഇതിലൂടെ നമ്മൾ നോക്കുമ്പോൾ പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ആരാടോ നമുക്ക് മനസ്സിലാക്കണ്ടേ? അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ ലെൻസ്. അതേത് ലെൻസാ? അതൊരു കോൺകേവ് ലെൻസാന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടാമത്തത് ഇതെന്താ അറിയാവോ? ഇത് ടോർച്ചാണ്, പക്ഷേ ഇത് ടോർച്ച് അല്ല. ഇതിനെന്താ വിളിക്കുക? ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാഷ് ലൈറ്റുകൾ. അതായത് ഇത് നമുക്ക്
ഒരുപാട് ദൂരങ്ങളിലേക്കൊക്കെ നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കണം? നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നല്ല റീജിയനിലേക്ക് കണ്ടോ, നമ്മൾ ടോർച്ച് ആണെങ്കിൽ ഇതാ ലൈറ്റ് ഇങ്ങനെയല്ലേ പോവുക, ഇങ്ങനെയാണ് ടോർച്ചിൽ ലൈറ്റ് പോവേണ്ടത് അല്ലേ, കറക്റ്റായിട്ട് ബീമായിട്ടാണ് പോവുക. പക്ഷെ ഫ്ലാറ്റ് ലൈറ്റ് അങ്ങനെയല്ല, എല്ലാ ഭാഗത്തേക്കും പരമാവധി ലൈറ്റ് ഇടാൻ രീതിയിലേക്ക് പോകുന്നത്. കിട്ടിയല്ലോ. അടുത്തത് ബൈനോക്കുലേഴ്സ്. ബൈനോക്കുലേഴ്സിൽ ഇതാ ഇവിടെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. കാരണം ഇവിടെ ആണ് ആ വസ്തുവിനെ നമ്മൾ എന്താക്കണം, കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഐ ലെൻസ് കോൺവെക്സ് ആണ് കേട്ടോ. ഓക്കെ, മൈക്രോസ്കോപ്പിൻ്റെ ഐ ലെൻസ് കോൺവെക്സ് ആണ്, ബൈനോക്കുലറിൻ്റെ ഐ ലെൻസ് എന്താണ്, കോൺവെക്സ് ആണ്. പക്ഷേ നിങ്ങളോട് ബൈനോക്കുലറിലെ ലെൻസ് പ്രധാനപ്പെട്ടത് ഏത് തന്നെയാണ്, അത് കോൺകേവ് ആണ്. ബൈനോക്കുലർ ലെൻസ് ചോദിച്ചാൽ നിങ്ങൾ ഏത് എഴുതിയാൽ മതി, കോൺകേവ് എഴുതിയാൽ മതി. അത് തന്നെയാണ് ടെലസ്കോപ്പിലും വരാം. ടെലസ്കോപ്പിൽ മെയിൻ ലെൻസ് ഇതാണ്, ഈ മെയിൻ ലെൻസ് ഏതാണ്, കോൺകേവ് ലെൻസ് ആണ്. പക്ഷേ ഐ പീസിൽ ആരുണ്ട്, കോൺവെക്സ് ഉണ്ട് കേട്ടോ. ഐ പീസിൽ ആരുണ്ട്, കോൺവെക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രധാന ലെൻസ് ഏതാണ്, കോൺകേവ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിക്കവാറും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടായിരിക്കും, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. പ്രകാശ പ്രതിഭാസങ്ങളിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്ക് ഞാൻ വരുന്നുണ്ട്. സോ എല്ലാവരും 7 മണിക്ക് വരണം. ഓക്കെ ആണോടാ? ബൈ.